മനസ്സുകൊണ്ട് മാതൃത്വത്തെ നെഞ്ചിലേറ്റി വാത്സല്യത്തോടെ ഹൃദയത്തുടിപ്പുകളെ തൊട്ടറിഞ്ഞ് പ്രാർത്ഥനയാൽ ഗർഭിണികൾക്ക് ആത്മധൈര്യമേകി സ്നേഹത്തോടെ പിഞ്ചു ജീവനുകളെ നെഞ്ചോട് ചേർക്കുന്ന കന്യാസ്ത്രീയായ ഒരമ്മ. 1ഉം 2ഉം കുഞ്ഞുങ്ങളുടെയല്ല, 1/2 കുഞ്ഞുങ്ങളുടെ അമ്മ. കണ്ണൂർ കരുവൻചാൽ സെയിന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സിസ്റ്റർ ടെസി ജോസ് SH ആണ് ആ അമ്മ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന തിരുവചനമാണ് ഈ ഷെയറിങ്ങിന് അഥവാ ഈ പങ്കുവെക്കലിന് എന്നെ പ്രാപ്തിയാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ 6 മക്കളിൽ കടിഞ്ഞൂൽ പുത്രിയായി ഞാൻ 15-ാം വയസ്സിൽ എൻ്റെ നാമകാരണ വിശുദ്ധിയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ഈശോയ്ക്ക് സ്വന്തമാനും ഈശോയെ സ്വന്തമാക്കാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. 1970 ഞാനൊരു തിരുഹൃദയ സന്യാസിനി സമൂഹമായി ഈശോയെ സ്വന്തമാക്കി. 1984 സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സാവുകയാണ്. അങ്ങനെ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരുന്നു. 35 വർഷം ഗൈനക്കോളജിസ്റ്റായും 41 വർഷം മെഡിക്കൽ ഫീൽഡിലും ഔദ്യോഗികമായി 20 വർഷം പാലിയേറ്റീവ് കെയറിലും പ്രവർത്തിക്കാൻ എനിക്ക് സാഹചര്യങ്ങൾ ലഭിച്ചത് തീർച്ചയായും ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. മെഡിക്കൽ ഫീൽഡ് ഞാൻ തീർച്ചയായും പാവങ്ങളുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉൾവിളിയായിരുന്നു. അപ്പോൾ ഒരിക്കലും എൻ്റെ സുപ്പീരിയേഴ്സ് എന്നോട് ചോദിച്ചു, ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു നേഴ്സ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പക്ഷേ എൻ്റെ കൂടെയുള്ള പലരും ആ ഫീൽഡിലേക്ക് കയറ്റപ്പോൾ മാർക്ക് കൂടിയവരെയാണ് അന്ന് സെലക്ട് ചെയ്തത്. എനിക്ക് ആ സാഹചര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്താണ് സന്യാസി സമൂഹം എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്, അത് ദൈവവിളി എന്താണോ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് പഠിക്കുകയായിരുന്നു മുകളിലേക്ക്. ആ പഠനം ചെന്ന് അവസാനിച്ചത് മെഡിക്കൽ ഫീൽഡിലാണ്. അതൊരു യാദൃശ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആഗ്രഹിച്ചത് നേഴ്സാകാനാണ്, വന്നു ഞൊട്ടത് ഈ ഫീൽഡിലാണെന്ന് മാത്രം. ഞാൻ 1984 സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സാവുന്നു. 1990 വിയന്നയിൽ വെച്ച് എൻ്റെ ഗൈനക്കോളജി പഠനം പൂർത്തിയാക്കുന്നു. അത് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഞാൻ പ്രവർത്തിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് 35 വർഷമായി ഗൈനക്കോളജിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൽ ഒരുപാട് സന്തോഷമുള്ളതും ഒപ്പം നമ്പരപ്പെട്ടതുമായ അനുഭവങ്ങളുണ്ട് പങ്കുവെക്കാൻ. ഓരോ പ്രസവത്തിനും അമ്മ നമ്മുടെ അടുത്ത് വരുമ്പോൾ 2 ലൈഫിനും ഒന്നിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് ആങ്സൈറ്റി അമ്മയ്ക്ക് മാത്രമല്ല, മാതാപിതാക്കൾ മാത്രമല്ല, കുടുംബത്തിന് മുഴുവൻ ആങ്സൈറ്റി പാർട്ടാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലാകുമായിരിക്കും. അങ്ങനെ ഒരു ഫീൽഡിൽ കടന്നു പോകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായും പ്രശ്നങ്ങൾ ഇല്ലാതെ വരില്ല. 2 ലൈഫാണ് നമ്മൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് തന്നെ കൂടുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഒപ്പം അതിനെല്ലാം തരണം ചെന്ന് ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടെങ്കിൽ വരുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നൊരു അനുഭവം തീർച്ചയായും ഒരു സന്തോഷകരമായ അനുഭവമാണ്. ഒരുപാടുണ്ട്. എൻ്റെ നമ്പർ ഓഫ് ഡെലിവറീസ് പറയുകയാണെങ്കിൽ ഏകദേശം 35,000 ങ്ങളുടെ പ്രസവം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അപ്പോൾ എൻ്റെ കൂടെ മാലാഖമാരെ ഉണ്ടായിരുന്ന എൻ്റെ കൊളീഗ്സിനെയും കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെയും ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു. അതിനും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു കുഞ്ഞിനെ എടുക്കുമ്പോണ്ടാകുന്ന സന്തോഷത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞ അനുഭവമല്ലേ, ഒരു അമ്മയ്ക്ക് പ്രസവിക്കാൻ ഇപ്പം 18ാമത്തെ പ്രസവം വരെ ഞാൻ എടുത്തിട്ടുണ്ട് സെൻറ്റ് ജോൺസ് ഞാൻ പഠിക്കുന്ന കാലത്ത്, അന്നത്തെ കാലത്ത്. ഇന്ന് മാക്സിമം അത് പോയി കഴിഞ്ഞാൽ 8, 9, 10. ഈ കഴിഞ്ഞ ദിവസം 10 പേരുടെ ഉള്ള കുടുംബങ്ങളൊക്കെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ ഞാനൊരു 40,000 മക്കളുടെ അമ്മയാണെന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ഏകദേശം ഊഹിച്ചാൽ മതി. ഓരോ കുഞ്ഞിനെടുക്കും ഒരു അമ്മയ്ക്കുണ്ടാകുന്ന അനുഭവം തന്നെ നമുക്കും ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കയ്യിലേക്കല്ലേ ആ കുഞ്ഞ് ജനിക്കുന്നത്. അവരുടെ ഉദരത്തിൽ 9 മാസം വളർന്നുവെങ്കിലും ആ കുഞ്ഞിനെ ആദ്യമായിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളല്ലേ. അതൊരു വലിയ അനുഗ്രഹമല്ലേ. അതെങ്ങനെ പറയുമെന്ന് എനിക്കെന്നെ മനസ്സിലാകുന്നില്ല. എനിക്ക് ഒരു പേഷ്യൻറ്റും വേറെ ആളല്ല, എൻ്റെ സ്വന്തമാണ്. ഒന്നെങ്കിൽ പ്രായം കുറഞ്ഞവരാണെങ്കിൽ എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ അനുജിത്തിയായിട്ട് സ്വീകരിക്കും. അങ്ങനെ എല്ലാവരും എൻ്റെ സ്വന്തം. ഇതുവരെയും പേഷ്യൻ്റെ മറ്റൊരാളുടെ ഒരു പേഷ്യൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു അമ്മ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അമ്മയും കുഞ്ഞുങ്ങളെ കയറും. ഞാനൊരു അമ്മയെപ്പോലെ തന്നെയാണ് അവർക്ക്. പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്കൊരു അമ്മയുടെ ഫീലിങ്സാണ് ഉണ്ടായത്, എൻ്റെ അമ്മയ്ക്ക് പോലും ഇത്രയും സ്നേഹിക്കാൻ അറിയില്ല എന്നൊക്കെ.
പക്ഷെ സ്നേഹിക്കാനൊരു കഴിവ് ദൈവം തന്നതായിരിക്കും കേട്ടോ, അല്ലാണ്ട് എനിക്ക് കിട്ടിയൊരു കഴിവാണെന്ന് ഞാൻ ഒരിക്കലും അഭിമാനിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഈ ഫീൽഡിൽ ഞാൻ ഒരു സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് അമ്മമാർ ഒരുക്കി കഴിഞ്ഞ് കൂടുതലായിട്ട് എനിക്ക് തോന്നി, എങ്ങനെയെങ്കിലും പറഞ്ഞറിഞ്ഞു എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. എങ്കിലും ധാരാളം ഇൻഫെർട്ടിലിറ്റി കേസസ്, അതായത് വന്ധ്യതാ കേസുകൾ എന്നെ സമീപിക്കാറുണ്ട്. അതായത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പലയിടത്ത് പോയിട്ട് വിദഗ്ധമായ ചികിത്സകൾക്ക് ശേഷവും കുഞ്ഞുങ്ങളെ ലഭിക്കാതെ എൻ്റെ അടുത്ത് വരുന്നു. പക്ഷേ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നുണ്ടായി എന്ന് കേട്ടിട്ടായിരിക്കും അവർ വരുന്നത്, അല്ലാണ്ട് നമ്മുടെ പ്രത്യേക കഴിവുകളോ നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളൊന്നും അല്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റൊന്നുമില്ലല്ലോ എനിക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാൻ, ദൈവമല്ലാതെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട നിയോഗമാണ് ഈ മക്കളില്ലാത്ത അമ്മമാരെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും, ദൈവമേ അവർക്ക് കുഞ്ഞിനെ കൊടുക്കണേ. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ മാതാവിൻ്റെ എണ്ണ പിന്നെ എന്തിനു വേണ്ടി അതൊന്ന് വെച്ച് അവർക്ക് ധൈര്യം കൊടുത്ത് കുരിശ് വരച്ച് അവർക്ക് ദൈവവിശ്വാസമാക്കി ഞാൻ അവരെ പറഞ്ഞയക്കും. അപ്പം കുറേ സമയമെടുത്ത് കൗൺസിലിംഗ് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനെപ്പോഴും സന്തോഷത്തോടെ അതത്തെ സമയം അല്പം പ്രാർത്ഥിക്കുന്ന ഓർക്കുന്നൊരു കാര്യമാണ്. ഞാൻ സിദ്ധാവർത്ത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഹിന്ദി കാര്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഒരു 30-39 വയസ്സുള്ള ഒരു സ്ത്രീയും കൊണ്ട് അവളുടെ ഭർത്താവിന് ഏകദേശം ഒരു 10 വയസ്സ് 65-55 വയസ്സെങ്കിലും കാണും. രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വരികയാണ്. കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 10-16 വർഷങ്ങൾ കഴിഞ്ഞ് പോകാത്ത സ്ഥലങ്ങളില്ല, അവർക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ കാശുമില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞു കൊടുക്കണം ഈ ഏതൊക്കെ ദിവസങ്ങളിലാണ് കുഞ്ഞുണ്ടാകുക എന്നൊക്കെ പറയാൻ എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പം ഞാൻ ആംഗ്യത്തിലൂടെയും ഭാഷയിലൂടെയും എനിക്കറിയാവുന്ന ഹിന്ദിയൊക്കെ ഉപയോഗിച്ച് അവരെ കൂട്ടിയിരുത്തി കിടത്തിയൊക്കെ കാണിച്ചു, ഇന്ന ദിവസങ്ങളിലാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, ഒന്നിച്ച് നിങ്ങളായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേഷന് ലാംഗ്വേജ് വേണ്ട എന്ന് മനസ്സിലാക്കിയൊരു ദിവസമാണ് ഞാനത്. പിറ്റേ മാസം ഒരു പോസിറ്റീവ് റിപ്പോർട്ട് മേടിച്ച് വന്നു. അത് മറ്റൊന്നുമല്ല, ദൈവാനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, വന്ധ്യത നമ്മൾ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. കാരണം അവർക്ക് അതിനെപ്പറ്റി 2 തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന്, അവർക്ക് എവിടെയും പോയി ചികിത്സിക്കാൻ സാധ്യതയുള്ളവർ, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ. വേറൊരു കൂട്ടർ തീരെ പാവങ്ങൾ, അവരൊരു പക്ഷേ കംപ്ലീറ്റ് ചികിത്സകൾ നടത്തിയിട്ടില്ല, എന്താ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടില്ല. വന്ധ്യതയിൽ 20% പ്രത്യേകിച്ച് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരെയാണ് ചികിത്സിക്കാൻ പാട്. എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കാം. ബാക്കി 80% ഏതെങ്കിലും ഒരു പ്രത്യേകം, ഒന്നെങ്കിൽ മെയിൽ ഫാക്ടർ ആകാം, അല്ലെങ്കിൽ ഫീമെയിൽ ഫാക്ടർ ആകാം, ഏതെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കാം. സയൻറ്റിഫിക്കായിട്ട് ഇവരെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആകെ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല, എല്ലാം നോക്കിയിട്ടുള്ളതാണെങ്കിൽ അവരെ കൗൺസിലിങ്ങിലൂടെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു. ദൈവവിശ്വാസത്തിന് വേണ്ടി ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെ അവരിപ്പോൾ പറയാറുണ്ട്, നിങ്ങൾ നടക്കുന്ന വഴിയിൽ പ്രാർത്ഥിച്ചെടുക്കണം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എഴുതിക്കോളൂ, കുറച്ച് എഴുതിയും കൂടെ വെച്ചോളൂ, നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ കോണ്ടാക്ട്സൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമായിരിക്കണം, ഇതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ അവരെ ഈ 20% നമ്മൾ കൈകാര്യം ചെയ്ത് ക്ലിയർ ആക്കി എടുക്കേണ്ടത്. ബാക്കി 80% നമ്മൾ പ്രശ്നങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കണം. ചിലപ്പോൾ കുറേ പ്രശ്നങ്ങളെല്ലാം ഈവൻ ഇപ്പം മെയിൽ ഫാക്ടറിന് അവരുടെ സ്പേം കൗണ്ട് കുറവാണെങ്കിൽ ഈ ഒരു സ്പേം മതിയല്ലോ ഒരു കുഞ്ഞും ജനിക്കാനായിട്ട്. അങ്ങനെയുള്ള വലിയ പ്രാർത്ഥനയിലൂടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങളുള്ളവർ ഓഫ് കോഴ്സ് നമുക്ക് പറ്റാത്തവർ ഞാൻ അവരെ ഡയറക്റ്റ് എവിടെയാണ് പോകേണ്ടത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ മെഡിക്കൽ ഫീൽഡിൽ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു, പക്ഷേ എൻ്റെ ഒരു ജീവിത നിയോഗം എന്ന് പറയുന്ന പോലെ ഞാൻ ആഗ്രഹിച്ച പാവങ്ങളോട് കൂടെ അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അനുഗ്രഹം, എൻ്റെ ഒരു ആത്മ നിയോഗമായിരുന്നു. ഞാനതൊരു അനുഗ്രഹം പോലെ കാണുകയാണ്. എന്നും ഞാൻ ആയിരുന്ന കാലം മുതൽ പാലിയേറ്റീവ് കെയറിനകത്തുണ്ടായിരുന്നെങ്കിലും ആ ഫീൽഡിലോട്ട് ഔദ്യോഗികമായിട്ട് കടന്നത് 2005 ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് അണ്ടർഗോ ചെയ്തത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതിന് മുമ്പും ഓഫ് കോഴ്സ് അതിന് ശേഷവും ധാരാളം പേരെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി പ്രതീക്ഷകളൊന്നുമില്ല, ജീവിതത്തിലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് വരുന്നൊരവസ്ഥ നമുക്ക് ഏകദേശം അറിയാം. അതൊരു ജീവിത നൈരാശ്യമാണ്. പിന്നെ ജീവിതത്തിന് തന്നെ ഒരു മീനിങ് ഇല്ലാത്തൊരവസ്ഥയാണ്, നമുക്കറിയാവുന്നതാണ്. അതാണ് സത്യത്തിൽ പാലിയേറ്റീവ് കെയർ നടക്കുന്നത്. അവർ മുഴുവൻ ചികിത്സയ്ക്കായിട്ട് ചിലവ് ചെയ്ത് പേഷ്യൻറ്റും നഷ്ടപ്പെടുന്നു, കുടുംബത്തിൻ്റെ സാമ്പത്തികവും നഷ്ടപ്പെട്ട്
എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് പാലിയേറ്റീവ് ഇരുന്നത്. എന്താ പാലിയേറ്റീവ് സംഭവിക്കുന്നത്? ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് മെഡിക്കൽ ഫീൽഡ് കൈമലർത്തുമ്പോൾ, ജീവനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇനിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങളുണ്ട് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവർക്ക് താങ്ങായി, തണലായി, സ്നേഹവും ഊഷ്മളതയും സാന്ത്വനവും കൊടുത്ത് കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥ, അതാണ് പാലിയേറ്റീവ് കെയർ. ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് ദൈവത്തോടൊപ്പം എത്തുന്നവരെ ഒരു കോളുണ്ട്, നമുക്ക് ഒരു വിളിയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു നല്ല മരണത്തിന് അവരെ ഒരുക്കുക, അത് നമ്മുടെ ഫീൽഡാണ്. ഈ അനുഭവം അവർക്ക് മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവൻ ഉദ്ധരിക്കുന്ന ഒരു അനുഭവമാണ്. ഒപ്പം അവരുടെ മക്കൾ പഠിക്കുന്നവരുണ്ട്, പക്ഷെ പഠിപ്പിക്കാൻ വഴിയില്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും കൊടുക്കുക, കൈ നീട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് കുടുംബത്തെ കൂടെ ഉദ്ധരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ഞാൻ വളരെയധികം സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ലയിച്ചിന് പ്രാർത്ഥിക്കുന്ന സമയം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഞാൻ ടച്ച് ചെയ്ത ഓരോ രോഗിയെയും, കുറേ പേരെല്ലാം പേര് പറഞ്ഞ് പറയാൻ പറ്റും, പ്രത്യേക സാഹചര്യങ്ങളുള്ളവരെ, ബാക്കി എല്ലാവരും ഒന്നിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ അവരുടെ മേൽ കൈവെക്കണേ, ഞാൻ അവരെ സ്പർശിക്കുമ്പോൾ നീ തന്നെ വന്ന് സ്പർശിക്കണേ, അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് തീർച്ചയായും ദൈവം അങ്ങനെ തന്നെ കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കൊലീഗ്, ഞാൻ ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൊലീഗ് ഡോക്ടറിൻ്റെ 2 മക്കളെ ഞാൻ എടുത്തു. പിന്നീട് അവർ 2 പേരും ഡോക്ടേഴ്സായി. ഒരാൾ പീഡിയാട്രിഷ്യനും മറ്റേ ആൾ റേഡിയോളജിസ്റ്റും. 2 പേരും കല്യാണം കഴിച്ചേക്കുന്നത് ഡോക്ടേഴ്സിനെയാണ്. അപ്പോൾ അവർ മുഴുവൻ ഡോക്ടേഴ്സ് ഫാമിലിയായി. അവരുടെ മക്കളുടെ പ്രസവം കൂടെ ഞാൻ എടുക്കുമെന്ന് എൻ്റെ കൊളീഗ് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ സിദ്ധാപുരത്തേക്ക് മാറിപ്പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഈ കുഞ്ഞുങ്ങളുടെ ഡെലിവറി എടുത്തു. ഇതൊരു സംശയത്തിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ വന്നത്. അന്ന് കണ്ട പാട് സിസ്റ്റർ, നോക്കിയ പാട് തന്നെ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ യുട്രസിൽ മുഴയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ഒരു ഡോക്ടർ എന്നുള്ള ഫീലല്ല കിട്ടിയത്, ശരിക്കും ഒരു അമ്മയുടെ സ്നേഹമാണ് സിസ്റ്റർ ഞങ്ങൾക്ക് തന്നത്. എൻ്റെ പേര് ജിൻസി, ഞാൻ 7 മാസം ഗർഭിണിയാണ്. ഞാനിവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ 2 ഡോക്ടേഴ്സാണ് മെയിനായിട്ട് ഗൈനക്കോളജിയിലുള്ളത്, ഡോക്ടർ സിസ്റ്റർ ടെസ്സിയും ഡോക്ടർ ഷീതളും. സിസ്റ്റർ ടെസ്സി ആണെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, ഗൈനക്കോളജി രംഗത്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. സിസ്റ്ററിൻ്റെ സമീപനം വളരെ ഹൃദ്യവും പരിചരണം വളരെ ഹൃദ്യമാണ്. സിസ്റ്റർ സത്യം പറഞ്ഞ ഒരു അമ്മയെ പോലെയാണ് നമുക്ക് കെയറും പരിചരണവും നൽകുന്നത്. എന്താവശ്യങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും സിസ്റ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഏത് നേരത്തും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനും പര്യാപ്തയാണ് സിസ്റ്റർ. അക്കാര്യത്തിൽ ഒരു മടിയും കാണിക്കാറില്ല. നമ്മൾ എത്ര ആശങ്കയോടാണെങ്കിലും എത്ര വിഷമത്തോടെയാണ് സിസ്റ്ററിനെ സമീപിക്കുന്നതെങ്കിലും സിസ്റ്ററിനെ കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ശാന്തതയും മനസ്സിൻ്റെ സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒത്തിരി പ്രാർത്ഥിച്ചാണ് സിസ്റ്റർ നമ്മളെ കൈകാര്യം ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ തോളോട് ചേർന്ന് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നതാണ് ഡോക്ടർ ഷീതളും. ഡോക്ടർ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്ററെ പോലെ തന്നെ നമുക്ക് എല്ലാ സഹകരണവും നൽകുന്നതാണ് ഡോക്ടറും. ഇന്ന് മെഡിക്കൽ പ്രൊഫഷനെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു വഴിയായിട്ടൊക്കെയാണ് ജനം കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നതും എല്ലാത്തിനും വേണ്ടതും വേണ്ടാത്തതിനും എല്ലാം നമ്മൾ ലീഗൽ പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ അടുത്ത് തിരിച്ചെത്തുന്നതും നമ്മളതിൻ്റെ വഴിയെ പോകേണ്ടിയൊക്കെ വരുന്നത്. പക്ഷെ മറിച്ച് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസം വരും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ 41 വർഷത്തെ എൻ്റെ അനുഭവം അതാണ്. തീർച്ചയായും നമുക്ക് ലാഭക്കണ്ണിൻ്റെ പ്രശ്നമില്ല, നമുക്ക് 5 പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ സഭ ത്രിവേദ സന്യാസിനി സമൂഹമാണ് എന്നെ ഇന്ന് എന്തായിരിക്കുന്നു അത്രയാക്കിയത്. അപ്പം നമുക്കതിനകത്ത് ഒരു ലാഭക്കണ്ണിൻ്റെ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നത് മെഡിക്കൽ ഫീൽഡിൽ ഒരു നല്ല ശതമാനം ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും കുറച്ച് പേരുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഫീൽഡ് ഇങ്ങനെ ഇപ്പോൾ എഴുദോഷം വന്നതെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആയിരിക്കണം. ഞാൻ അത്ര അവൈലബിൾ ആണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും സമയം മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ എല്ലാ കോൾസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ മിസ് കോൾസ് ഒരിക്കലും ഞാൻ മിസ് ചെയ്യില്ല, ഐ വിൽ കോൾ യു ബാക്ക്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്താണ്. ഞാൻ പലരും പറയാറുണ്ട് എന്തിനാ പേഷ്യൻസിന് നമ്പർ കൊടുത്തിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് ഏത് സമയത്തും വിളിച്ചുകൊണ്ട്. ശരിയാണ്, അവർക്ക് നമ്പർ കൊടുത്താൽ വേണ്ടതിനും വേണ്ടാത്തതിനും വിളിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ തന്നെ ഞാൻ ഓർമ്മിക്കുക, രാവിലെ ഇങ്ങനെ ഒരു കോൾ കിട്ടിയൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും രാവിലെ വിളി തുടങ്ങി. ഒരു 6-7 കോൾസ് വൺ ആഫ്റ്റർ അനദർ.
ക്ഷമ കിട്ടുപോകും, എങ്കിലും നമ്മൾ ക്ഷമയോടെ പിടിച്ച് നിൽക്കുക. കാരണം വിളിക്കുന്ന ആൾക്ക് ആങ്സൈറ്റി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നും വിശ്വസിക്കുന്നു ഡോക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിരിക്കണമെന്ന്. അത് ഞാൻ എന്നും വിശ്വസിക്കുന്നു.